അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയയുടെ ഹദീസുകൾ പഠിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടേത് 11ാമത്തെ ഹദീസാണ്. പ്രസ്തുത ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കാം. അൻ അബി മുഹമ്മദിൻ الحسن بن علي بن أبي طالب سبط رسول الله صلى الله عليه وسلم وريحانته رضي الله عنهما قال: حفظت من رسول الله صلى الله عليه وسلم دع ما يريبك إلى ما لا يريبك. رواه الترمذي والنسائي وقال الترمذي حديث حسن صحيح. ഈ 11ാമത്തെ ഹദീസ് ഇമാം തുർമുദിയും നസായിയും റിവായത്ത് ചെയ്യുന്നു. ഇമാം അന്നവവി ഈ മഹൽ ഗ്രന്ഥത്തിൽ 10 ഹദീസുകൾ നൽകിയത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സഹീഹുകളിൽ നിന്നാണ്. 10 ഹദീസുകളും ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇമാം ബുഖാരി 2ാമത്തെയും 7ാമത്തെയും 10ാമത്തെയും ഹദീസ് സഹീഹിൽ റിവായത്ത് ചെയ്തിട്ടില്ല. സഹീഹുൽ ബുഖാരിക്കും സഹീഹ് മുസ്ലിമിനും അപ്പുറം മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇമാം നവവി ഈ അൽ അർബഊൻ അന്നവവിയയിൽ നൽകിയ ആദ്യത്തെ ഹദീസാണ് ഇന്നത്തെ നമ്മുടെ ഈ ശ്രവിച്ച ഹദീസ്. പ്രസ്തുത ഹദീസ് അൻ അബി മുഹമ്മദിൻ അൽ ഹസനി ബിൻ അലി ബിൻ അബി താലിബ്, അബൂ താലിബിൻ്റെ പുത്രൻ അലി, അലിയാരുടെ പുത്രൻ ഹസൻ എന്ന അബൂ മുഹമ്മദിൽ നിന്നാണ് നിവേദനം. അബൂ മുഹമ്മദ് ഹസൻ റളിയല്ലാഹു തആലാനുവിൻ്റെ വിളിപ്പേരാണ്. ഹസൻ ഇബ്നു അലി ബിൻ അബി താലിബ്, അലി ബിൻ അബി താലിബിൻ്റെ പുത്രനാണ്. ഏറെ മഹത്വങ്ങളുള്ള മഹാനാണ് ഹസൻ. ഉപ്പ അലി, ഉമ്മ ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെയും പൗത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹസനെ ഇന്ന ഇബ്നി, തീർച്ചയായും എൻ്റെ മകൻ എന്നാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ആ വിളി അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളെ ഘോഷിക്കുന്ന വിളിയായി പണ്ഡിതന്മാർ ഉണർത്തിയത്. ഹസൻ ജനിക്കുന്നത് ഹിജ്റാബ്ദം 3 റമദാൻ മാസം പകുതി പിന്നിടുന്ന കാലത്താണ്. ഹസന് ഹസൻ എന്ന പേര് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണ്. ഹസൻ കുട്ടിയുണ്ടായപ്പോൾ അലി ഹർബ് എന്നാണ് പേരിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീടാണ് വരുന്നത്. എൻ്റെ കുട്ടി എവിടെയെന്ന് ചോദിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ എന്താണ് പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ അലി ഹർബ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മൂഹു ഹസൻ, കുട്ടിക്ക് നിങ്ങൾ ഹസൻ എന്ന് പേരിടൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ഒരു സുന്ദരനാമം ഹസന് ലഭിക്കുകയുണ്ടായത്. ഹസൻ സിബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിബത്താണ്. സിബത്ത് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി. പെൺമക്കളുടെ കുട്ടികൾക്കാണ് സിബത്ത് എന്ന് സാധാരണ പിൽക്കാലങ്ങളിൽ പറയപ്പെടുന്നത്. ആൺമക്കളിലൂടെയുള്ള പേരക്കുട്ടികൾക്കാണ് എങ്കിൽ ഹഫീദ് എന്നാണ് പറയപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിബത്ത് എന്ന പോലെ ഹസൻ റൈഹാനതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൈഹാനയുമാണ്. റൈഹാന എന്ന് പറഞ്ഞാൽ സുഗന്ധം പ്രസരിപ്പിക്കുന്ന ഒരുതരം ചെടിയും പുഷ്പവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസനെയും ഹുസൈനെയും ഹുമാ റൈഹാനതായ, അവർ രണ്ടുപേരും എൻ്റെ റൈഹാനകളാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇമാം നവവി സിബ്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൈഹാനതിഹി എന്ന് പറഞ്ഞത്. ഹസൻ അവരുടെ വളർത്തുമ്മയാണ് ഉമ്മുൽ ഫضൽ എന്ന ലുബാബ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെയൊക്കെ ഉമ്മ. ഹസൻ പൂജാതനാവുന്നതിന് മുമ്പ് അവർ ഒരു സ്വപ്നം കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അവയവം അവരുടെ വീട്ടിൽ വീണ് കിടക്കുന്നതായിട്ടാണ് അവരുടെ സ്വപ്നം. ഉമ്മുൽ ഫضൽ വന്ന അവർ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചത്, ഫാത്തിമയ്ക്കൊരു കുഞ്ഞ് പിറക്കും, ആ കുഞ്ഞിനെ നിങ്ങളായിരിക്കും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഹസനെ ഉമ്മുൽ ഫضൽ പാലൂട്ടി വളർത്തി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹസൻ സയ്യിദാണ്. സയ്യിദ് എന്ന വിശേഷണം ഹസന് പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മിമ്പറിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ കുട്ടിയായ ഹസൻ വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങി കുഞ്ഞിനെ എടുത്ത് മിമ്പറിൽ കയറി പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിലൂടെ പുലരാനിരിക്കുന്ന വലിയൊരു സുൽഹിനെ കുറിച്ച് അവിടെ പറയുകയുണ്ടായി. സയുസ്രിഹുല്ലാഹു ബിഹി ബൈന ത്വായിഫതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ 2 വലിയ കക്ഷികൾക്കിടയിൽ ഈ മകൻ മുഖാന്തരം അള്ളാഹു സുൽഹുണ്ടാക്കും എന്നാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. ആ സുൽഹ് ഹിജ്റാബ്ദം 41 തിരുവിയോഗ ശേഷം 31 വർഷം പിന്നിട്ടതിന് ശേഷമാണ് പുലർന്നത്.
അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്ത 40,000 ആളുകളുണ്ടായിരുന്നു. ആ വിഭാഗം ആളുകളും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പിന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം ചേർന്ന ആളുകളും തമ്മിൽ വലിയൊരു സുൽഹ്, അത് ഹസൻ റളിയല്ലാഹു തആല അൻഹു അധികാരം ഒഴിഞ്ഞുകൊടുത്ത് മുആവിയക്ക് അധികാര സ്ഥാനം നൽകിയതിലൂടെ പുലർന്ന സുൽഹാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു ഏറെ അനുഗ്രഹീതനായ വ്യക്തിത്വമാണ് എന്നതിൻ്റെ ഒരു ചരിത്ര സാക്ഷ്യം കൂടിയാണ് ഈ സുൽഹ്. അദ്ദേഹം ഹിജ്റാബ്ദം 49 അല്ലെങ്കിൽ 50 മരണപ്പെടുകയാണ് ഉണ്ടായത്. വിഷം തീണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തെ പുരസ്കരിച്ച് അദ്ദേഹം ഷഹീദാണെന്നാണ് ചരിത്രം നൽകുന്ന സാക്ഷ്യം. ഏതായാലും ഹസൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സ്ഥാനം അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമാണ്. സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കൾക്ക് നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുവാൻ ഒരു പശ്ചാത്തലമുണ്ട്. അത് അബുൽ ജൗസ റബീഅത്ത് ബിൻ ഷൈബാൻ അസ്സഅദി ഒരിക്കൽ ഹസനോട് ചോദിക്കുന്നുണ്ട്, മാ ഹഫിൽത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്താണ് മനഃപ്പാടമാക്കിയത്? ഇങ്ങനെ ചോദിക്കാൻ കാരണം ഹസൻ റളിയല്ലാഹു തആല അൻഹു ഭൂജാതനാകുന്നത് ഹിജ്റയുടെ 3-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഹസൻ്റെ പ്രായം 7 വയസ്സാണ്. അപ്പോൾ ഒരു 7 വയസ്സുള്ള കുട്ടി മനഃപ്പാടമാക്കുക, എന്നിട്ടത് മനഃപ്പാടം സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനഃപ്പാടമാക്കിയത് എന്ന് ആശ്ചര്യപൂർവ്വം അബുൽ ജൗസ റബീഅത്ത് ഇബ്നു ഷൈബാൻ അസ്സഅദി ചോദിക്കുമ്പോൾ അവിടെയാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു പ്രതികരണം നടത്തുന്നത്. ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ ബൈഹാർട്ടാക്കി, ഹിഫ്ളാക്കി. എന്ത്? ദഅ മാ യരീബുക് ഇലാ മാ ലാ യരീബുക്. ഇവിടെ ഈ ഹദീസിന് ഒരു ബാക്കി ഭാഗം കൂടിയുണ്ട്. അത് ഇവിടെ ഇമാം നവവി നൽകിയിട്ടില്ല. ആ ബാക്കി ഭാഗം ഫൈന്ന സിദ്ഖ തുമഅനീനത്തുൻ വൽ കദിബ റീബത്തുൻ എന്നാണ്. ഹദീസിൻ്റെ അർത്ഥത്തിലേക്ക് വന്നാൽ ഹഫിൽത്തു ഞാൻ മനഃപ്പാടമാക്കി, മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്. വളരെ കുറച്ച് ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനഃപ്പാടമാക്കിയ നിലക്ക് ഹസൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹം കുട്ടിയായിരുന്നു. എന്നാൽ മറ്റ് ഹദീസുകളൊക്കെ മറ്റു സഹാബികളിൽ നിന്ന് കേട്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിട്ട് കേട്ട് മനഃപ്പാടമാക്കിയ ഹദീസാണ്. ഇതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദഅ മാ യരീബുക് ഇലാ മാ ലാ യരീബുക്. ദഅ നീ ഉപേക്ഷിക്കണം, മാ യരീബുക് നിനക്ക് സംശയാസ്പദമായത്, നിനക്ക് സന്ദേഹം ഉണ്ടാക്കുന്നത്, ഇലാ മാ ലാ യരീബുക് എന്നിട്ട് നീ നീങ്ങണം, പോകണം നിനക്ക് സംശയമില്ലാത്ത, നിനക്ക് സന്ദേഹം ജനിപ്പിക്കാത്ത കാര്യത്തിലേക്ക്. അപ്പോൾ സംശയാസ്പദമായത് ഒഴിവാക്കി സംശയരഹിതമായത് പുൽകാൻ സ്വീകരിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ ഒരു ഹദീസ്. ദഅ എന്നുള്ളത് ഉത്രുക് നീ ഉപേക്ഷിക്ക്, വെടിയെ എന്നുള്ള അർത്ഥത്തിലാണ്. മാ യരീബുക് നിനക്ക് രീബത്തുള്ളത്, ഷെക്കുള്ളത്, ഖലഖ് അസ്വസ്ഥതയുള്ളത്, മാനസികമായ സ്വാസ്ഥ്യക്കുറവുള്ളത് എന്നൊക്കെയാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഇസ്മു മാ ഹാക ഫി സദ്രിക്, പാപം എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. മുമ്പൊരു ഹദീസിൽ നമ്മൾ, നൊമാൻ എന്നവരുടെ ഹദീസിൽ നമ്മൾ പറഞ്ഞില്ലേ ശുബ്ഹാത്തിനെ കുറിച്ച്, വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്ത്, ഹലാൽ ഹറാമുകൾക്കിടയിൽ സംശയാസ്പദമായ സന്ദേഹം പകർത്തുന്ന കാര്യങ്ങളുണ്ടെന്ന്. അതേപോലെ പാപമാണോ അല്ലേ എന്നതിൽ സംശയമുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് മാ യരീബുക്, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത്, സന്ദേഹമായി നിലനിൽക്കുന്നത്, തെറ്റാണോ എന്ന ഒരു സംശയം തുടരുന്നത്. ഇതൊക്കെയാണ് മാ യരീബുക് നിനക്ക് സംശയാസ്പദമായത് എന്നതിൻ്റെ ഉദ്ദേശം. അവയെ വിട്ടേക്കൂ എന്നാണ്. ഇലാ മാ ലാ യരീബുക് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കാത്ത കാര്യങ്ങൾ, ശുബ്ഹാത്ത് അല്ലാത്ത നിലക്കുള്ള കാര്യങ്ങൾ, കുറ്റമാണോ അല്ലേ എന്ന് സംശയം നിൽക്കാത്ത കാര്യങ്ങൾ, അതിലേക്ക് പോവുക, അത് അനുഷ്ഠിക്കുക, അത് സ്വീകരിക്കുക. ഇവിടെ ഈ ഹദീസ് ഒരു തത്വമാണ്. ചെറിയ പ്രയോഗങ്ങളിൽ വലിയ ആശയത്തെ ദ്യോതിപ്പിക്കുന്ന പ്രയോഗമാണിത്. ലാ യബ്ലുഗു അൻ യകൂന മിനൽ മുത്തഖീൻ ഹത്താ യത്രുക മാ ലാ ബഅസ ബിഹി ഹദറൻ ലിമാ ബിഹി ബഅസ്. ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം, ഒരു വ്യക്തിക്ക് മുത്തഖീങ്ങളുടെ സ്ഥാനം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഏതുവരെ? ഹത്താ യത്രുക മാ ലാ ബഅസ ബിഹി,
കുറ്റമില്ലാത്തത് കുഴപ്പമില്ലാത്തത് ഉപേക്ഷിക്കുന്നത് വരെ, ഹദറൻ ലിമാ ബിഹി ബസ്, കുറ്റമായതിലേക്ക് ചെന്നു ചാടുമോ എന്ന് ഭയന്ന് കുറ്റമില്ലാത്തത് ബസ്സില്ലാത്തത് ഉപേക്ഷിക്കുന്നത് വരെ. അപ്പോൾ ചെയ്താൽ ബസ്സില്ലാത്തത് കുറ്റമില്ലാത്തത് ഉപേക്ഷിക്കണം. എപ്പോൾ ബസ്സുള്ളതിലേക്ക് കുറ്റകരമായതിലേക്ക് ചെന്നു ചാടുമോ എന്ന ഒരു പേടി ഉണ്ടാകുകയും അതിനെ തൊട്ട് കരുതേണ്ടി വരികയും ചെയ്യുകയാണ് എങ്കിൽ അപ്പോഴാണ് ലാ യബ്ലുഗു അൻ യകൂന മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ആ ദർജയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. വളരെ വലിയൊരു അടിസ്ഥാനമാണ് ഇത് പഠിപ്പിക്കുന്നത്. മസ്ലകു സുഹാദ്, വിരക്ത ജീവിതം നയിക്കുന്നവരുടെ പാതയാണ് ഈ ഹദീസിൻ്റെ വിഷയം എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, ദഇൽ വാഹിദ് അല്ലദീ യരീബുക് ഇലാ 4000 അല്ലത്തി ലാ തരീബുക്. നിനക്ക് സംശയമുള്ള ഒരു കാര്യം നീ ഒഴിവാക്ക്, സംശയമില്ലാത്ത 4000 അത് നീ പുൽകിക്കോ, സ്വീകരിച്ചോ എന്ന് ഹസ്സാൻ ഇബ്നു അബി സിനാൻ പറഞ്ഞതായി നമ്മൾ വായിക്കുന്നു. ഇദാ അതാനി അംറുൻ വഫീഹി രീബത്തുൻ തറക്തുഹു വമാ അസ്ഹലഹ അലൻ നഫ്സ്. സംശയകരമായ ഒരു കാര്യം എനിക്ക് വന്നാൽ ഞാനത് ഒഴിവാക്കും, അതോടെ വമാ അസ്ഹലഹ അലൻ നഫ്സ്, മനസ്സിന് എന്തൊരു എളുപ്പമാണ്, ആശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സംശയാസ്പദമായ കാര്യങ്ങളെ വെടിയണം എന്നതാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. സംശയമില്ലാത്തതും സന്ദേഹം നിലനിൽക്കാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഏറെയുണ്ട്. അതിൽ പോവുക, അത് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ തൊട്ടു മുമ്പത്തെ ഹദീസിൽ ദുആക്ക് ജവാബ് നിഷേധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. അവർക്ക് ദുആക്ക് ജവാബ് നിഷേധിക്കപ്പെടാൻ കാരണം ദുആക്ക് ജവാബ് ലഭിക്കേണ്ട കുറേ കാര്യങ്ങൾ അവർ പുലർത്തിയിട്ടാണ് ദുആ ചെയ്യുന്നത്. പക്ഷെ നിഷേധിക്കപ്പെടാൻ കാരണം ഹറാമിൽ ആളായി എന്നുള്ളതാണ്. ഭക്ഷണവും പാനീയവും വസ്ത്രവുമൊക്കെ ഹറാമിൽ സമ്പാദിച്ചതായതിനാൽ ദുആക്ക് ജവാബ് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഹറാമിൽ ചെന്നു ചാടുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്, ഹറാമിൽ ആളാകുന്നത് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹറാമിൽ ചെന്ന് ഭവിക്കാതിരിക്കാൻ എന്തു വേണം, അതിൻ്റെ ഒരു മാർഗമാണ് ഈ ഹദീസ് ഉണർത്തുന്നത്. ലാ യതിമു ഇജ്തിനാബുൽ ഹറാം ഇല്ല ബിതർക്കി മാ ഫീഹി റീബ. ഹറാമിനെ ഒരാൾക്ക് വെടിയാൻ കഴിയുകയില്ല പൂർണ്ണമായി രീബത്തുള്ളത് ഒഴിവാക്കിയാൽ അല്ലാതെ എന്നാണ്. അപ്പം സംശയാസ്പദമായത് എന്തുണ്ടോ, സന്ദേഹം നിലനിൽക്കുന്നത് എന്തുണ്ടോ, അതിനെ വെടിയാതെ ഒരിക്കലും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു വേള ഇമാം അന്നവവി റഹിമഹുല്ല 10ാമത്തെ ഹദീസ് നമ്മൾ കേട്ടു. ദുആക്ക് ജവാബ് നിഷേധിക്കപ്പെടുന്ന വിഷയത്തിൽ സമ്പത്ത് വിശുദ്ധമാകണം, വിശിഷ്ടമാകണം, നിഷിദ്ധം കലരാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ഇവിടെ ഈ 11ാമത്തെ ഹദീസിൽ അതെങ്ങനെ സാധ്യമാകും എന്നത് മനസ്സിലാക്കുവാനാണ് ഈ ഒരു തത്വം ഇവിടെ ഉണർത്തിയത്. മാ യരീബുക്ക്, അതേപോലെ മാ ലാ യരീബുക്ക്. സംശയമുണ്ടാക്കുന്നത്, സന്ദേഹം പരത്തുന്നത്, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു പ്രയോഗത്തിൽ കാണാം, അൽ ഖൈറു ആദത്തുൻ വശർറു ലജാജത്തുൻ. മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, അൽ ഖൈറു ആദത്തുൻ, ഖൈർ എന്ന് പറഞ്ഞാൽ അത് മനസ്സിന് ഇണങ്ങുന്ന, ഹൃദയത്തിന് ചേർന്ന കാര്യമാണ്. എന്നാൽ ഷർറോ അത് ലജാജത്തുൻ എന്നാണ്, മനസ്സിന് ഇണങ്ങാത്ത, മനസ്സിൽ പൊരുത്തപ്പെടാത്ത, തലച്ചോറിനും ബുദ്ധിക്കും സന്ദേഹവും അങ്കലാപ്പും ചാഞ്ചല്യവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് തിരുമൊഴിയാണ്. അതുകൊണ്ട് തന്നെ ഖൈറിൽ പരിമിതപ്പെടണം, ഷർറ് വെടിയണം എന്നുള്ളതാണ്. അറബിയിൽ ഒരു പഴമൊഴിയുണ്ട്, അൽ ഹഖു അബ്ലജ് വൽ ബാത്തിലു ലജ് ലജ് എന്ന്. സത്യം സ്പഷ്ടമാണ്, അസത്യം സ്പഷ്ടമല്ല, സന്ദേഹവും സംശയവും ചാഞ്ചല്യവും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകതയും പ്രവണതയുമാണ്. അത് മനസ്സിനെ അങ്കലാപ്പിലും ആശങ്കയിലും ചാഞ്ചല്യത്തിലും നിലനിർത്തുമെന്നുള്ളത്. ഒരു വിശ്വാസി വ്യക്തതയുടെയും കൃത്യതയുടെയും വാക്താവാകണം. വിശ്വാസി ഒരിക്കലും ചാഞ്ചല്യത്തിൽ കഴിയാൻ പാടുള്ളതല്ല. നിലപാടുകളിൽ സുവ്യക്തത, കൃത്യത, ഇതാണ് വിശ്വാസിയുടെ സ്വഭാവം ആകേണ്ടത്. വളരെ ഗൗരവപ്പെട്ട കുറേ മസ്അലകളെ ഉണർത്തുന്ന ഹദീസാണ് നമ്മുടെ ഈ ഹദീസ്. ഫുഖഹാക്കൾ ധാരാളം കർമ്മശാസ്ത്ര മസ്അലകൾ, അത് ഇബാദത്തുകളിലാകട്ടെ ഇടപാടുകളിലാകട്ടെ ദീനീ വിഷയങ്ങളിലൊക്കെ ഈ ഒരു ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി ഉണർത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി വുളു നഷ്ടമായി എന്നുള്ളത് നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾക്കറിയാം. നിസ്കരിച്ചു, ഞാൻ വുളു പുതുക്കിയോ ഇല്ലയോ സംശയമാണ്. ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. വുളു മുറിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്, പിന്നെ വുളു പുതുക്കിയോ എന്നുള്ളതിലാണ് ഇഷ്കാൽ. എങ്കിൽ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും
അയാൾ ഒതു പുതുക്കി നമസ്കരിക്കുക. കാരണം ഒതു പുതുക്കിയോ എന്നതിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്, ഒതു മുറിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഉറപ്പ് സ്വീകരിക്കുക, എന്നിട്ട് സംശയത്തെ വെടിയുക എന്നുള്ളതാണ്. എന്നാൽ ഒരു വ്യക്തി ഉദു ചെയ്തു, അതോ അയാൾക്ക് ഉറപ്പാണ്, എന്നിട്ട് അയാൾ നമസ്കരിച്ചു, പിന്നീട് അയാൾക്ക് സംശയം നിസ്കാരശേഷം ഞാൻ ഉദു മുറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നത്, എങ്കിൽ ദഅമാ യുരീബുക് ഇലാ മാ ലാ യുരീബുക്, ഉറപ്പുണ്ട് ഉദു ചെയ്തു എന്നുള്ളത്, പക്ഷെ പിന്നെ ഒരു സംശയം വരികയാണ് ഉദു ചെയ്തിട്ടുണ്ടോ ഇല്ലേ. ഒരിക്കലും ആ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സന്ദേഹത്തിൽ തുടരാൻ പാടുള്ളതല്ല. ദഅമാ യുരീബുക് ഇലാ മാ ലാ യുരീബുക്. ഈ ഹദീസിന് യരീബുക് എന്ന് വായനയുണ്ട്, യുരീബുക് എന്നും വായനയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ വായന അതാണ് നമ്മൾ ഹദീസ് വായിച്ചപ്പോൾ പറഞ്ഞത്, മാ യരീബുക് ഇലാ മാ ലാ യരീബുക് എന്നുള്ളത്. നമ്മുടെ പൂർവികർ സന്ദേഹങ്ങളെ, സംശയങ്ങളെ വെടിഞ്ഞുകൊണ്ടുള്ള അവരുടെ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ധാരാളം ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുതിരകളെ ദാനം ചെയ്ത ചരിത്രം നമ്മൾ വായിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. വവഹബ്നാ ലിദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് ഇദ് ഉരിദ അലൈഹി ബിൽ അശിയ്യി സാഫിനാത്തുൽ ജിയാദ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രദോഷത്തിൽ കുതിച്ചുപായുന്ന കുതിരകളെ പ്രദർശിപ്പിച്ച സന്ദർഭം. ഫഖാല ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ്. അദ്ദേഹം പറയുകയാണ്, കുതിരകളോടുള്ള ഇഷ്ടം അത് റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും എന്ന് പറഞ്ഞാൽ കുതിരകളിൽ ഇഷ്ടം ജനിച്ച് കണ്ണു നട്ട് അദ്ദേഹം അസ്ർ നമസ്കാരം അസ്തമയം വരേക്കും മറന്നുപോയി. റുദ്ദുഹു അലൈ, അദ്ദേഹം പറഞ്ഞു കുതിരകളെ കൊണ്ടുവരാൻ. അങ്ങനെ ഫതഫിഖ മസ്ഹൻ ബിസ്സൂഖി വൽ അനാഖ്, ആ കുതിരകളുടെ കാലുകളിലും അതേപോലെ കഴുത്തിലുമൊക്കെ തടവുകയുണ്ടായി. ഈ ഒരു സംഭവത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനവും പ്രമുഖർ പലരും ബലപ്പെടുത്തിയതും അദ്ദേഹം ഈ കുതിരകളോടുള്ള ഇഷ്ടത്താൽ അസ്ർ നമസ്കാരം മറന്നു, സൂര്യാസ്തമയം നടന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിൽ ഒരു പ്രയാസം തുടരുകയാണ് ഈ കുതിരകളുടെ വിഷയത്തിൽ. അതുകൊണ്ട് ആ കുതിരകളെ എല്ലാം അദ്ദേഹം ദാനം ചെയ്യുകയുണ്ടായി. ആ ഒരു സംശയം അത് നീങ്ങുന്നതിന് വേണ്ടി ആ മാർഗേണെ എന്നാണ് ചില മുഫസ്സിരീങ്ങൾ ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ വായിക്കുന്ന ചരിത്രം, ഇപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ തോട്ടത്തെ മനസ്സിൽ കാണുകയും അത് ഇടതൂർന്ന് നിൽക്കുന്നത് കാരണത്താൽ തൻ്റെ തോട്ടം ശ്യാമള കോമളമായി കാണപ്പെടുകയും അതിൽ നിന്നൊരു പക്ഷി പുറത്തേക്ക് പാറാൻ കഴിയാത്ത വിധം ഇടതൂർന്ന് അതിലെ ഇലകളും ലതകളും വള്ളികളുമൊക്കെ നിൽക്കുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിൽ തൻ്റെ തോട്ടം കാരണത്താൽ ഉണ്ടായ ആ വസ്വാസ്, പ്രയാസം നിലനിൽക്കുകയാണ്. താൻ നമസ്കാരത്തേക്കാൾ തോട്ടത്തിന് പ്രാധാന്യം കൽപ്പിച്ചു എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം ആ തോട്ടം തന്നെ ദാനം ചെയ്യുകയുണ്ടായി എന്നുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സന്ദേഹത്തിൽ നിന്ന്, പ്രയാസം അത് മനസ്സിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുന്നതിൽ നിന്നുള്ള ഒരു മോക്ഷത്തിൻ്റെ ഭാഗമായി ദഅമാ യരീബുക് ഇലാ മാ ലാ യരീബുക്, അതിൻ്റെ ഉദാഹരണമായി പണ്ഡിതന്മാർ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. നമ്മുടെ പൂർവ്വകാലത്ത് നടന്ന ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നില്ലേ? ഒരു വ്യക്തി മറ്റൊരാളിൽ നിന്ന് ഒരു സ്ഥലം വാങ്ങിയ വ്യക്തി അതിൽ ഒരു സ്വർണത്തിൻ്റെ കുടം കാണുകയാണ്. സ്വർണത്തിൻ്റെ കുടം കണ്ടപ്പോൾ വാങ്ങിയ വ്യക്തി വിറ്റ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഇഷ്തറൈതു മിൻകൽ അർദ് വലം അഷ്തരി മിൻകൽ ദഹബ്, ഞാൻ നിന്നോട് ഭൂമിയാണ് വാങ്ങിയത്, സ്വർണം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഈ സ്വർണം നീ എടുത്തോ. അപ്പോൾ വിറ്റ വ്യക്തി പറയുകയാണ്, ഇന്നമാ ബിഅതുകൽ അർള ബിമാ ഫിഹ, ഞാൻ ഭൂമിയും അതിലുള്ളതടക്കവുമാണ് നിനക്ക് വിറ്റിട്ടുള്ളത്, അതുകൊണ്ട് നിന്റെ ഭൂമിയിൽ കണ്ടൊക്കെ നിനക്കുള്ളതാണ്, സ്വർണം നീ എടുത്തോ. അങ്ങനെ ആ രണ്ടുപേരും മറ്റൊരു വ്യക്തിയുടെ അടുക്കലേക്ക് വിധി തേടി. വിധി കർത്താവ് അവരോട് ചോദിച്ചു, അലക്കുമാ വലതുൻ, നിങ്ങൾക്ക് മക്കളുണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ലീ ഗുലാമുൻ, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. അപരൻ പറഞ്ഞു, ലീ ജാരിയത്തുൻ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ വിധി കർത്താവ് പറഞ്ഞു, ഫഅൻകിഹ അൽ ഗുലാം അൽ ജാരിയ, എങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുക. വൽയുൻഫിഖ അലാ അൻഫുസിഹിമാ മിൻഹു വലിയതസദ്ദഖ, ഇതിൽ നിന്ന് ആ രണ്ട് കുട്ടികൾക്കും ചിലവിന് നൽകുക, സദഖയും നിർവഹിക്കുക എന്ന് പറയുകയുണ്ടായി. ഇവിടെ ഈ ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാളുകൾ, വിറ്റയാളും വാങ്ങിയാളും, സ്വർണം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെ കണ്ട ആ സൂക്ഷ്മത, ആ ഒരു ഭൗതിക വിരക്തത, പിന്നെ എൻ്റേതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അയാളുടേതാണോ എന്ന് അയാൾക്കും ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ ദഅമാ യരീബുക് ഇലാ മാ ലാ യരീബുക്, സംശയമുണ്ടാക്കുന്ന
സന്ദേഹം പരത്തുന്ന, ചൊറിച്ചിലുണ്ടാക്കുന്ന, മനസ്സിൽ വിഷമം നിലനിർത്തുന്ന രീതിയിലുള്ളതായ കാര്യം അതിനെ അതല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വിടുക എന്നുള്ള ഒരു തത്വം, അതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ സഹോദരന്മാരെ വായിക്കുന്നത്. ഏതായാലും ഈ ഹദീസ് ഇമാം തുർമുദിയും നസായിയും ഇത് റിപ്പോർട്ട് ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി നമ്മുടെ അടുത്ത ഹദീസിൽ കൂടുതൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമുക്കേവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും ഉദവിയും തുറവിയും നാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വ അഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.